കർണാടക ഷിരൂരിൽ മണ്ണിടിച്ചിലിൽ കാണാതായ ലോറി ഡ്രൈവർ അർജുനു വേണ്ടി 9ാം നാളും തിരച്ചിൽ ഊർജിതം. ഗംഗാവാലി പുഴയിലെ മൺകൂനയിൽ തെരച്ചിൽ നടത്താനെത്തിച്ച കൂറ്റൻ മണ്ണുമാന്തി യന്ത്രം പ്രവർത്തനം തുടങ്ങി. ഗോവയിൽ നിന്നുള്ള കോസ്റ്റ് ഗാർഡ് സംഘം ഹെലികോപ്റ്ററിൽ നിരീക്ഷണം നടത്തി. തത്സമയ വിവരങ്ങളുമായി ഷിരൂരിൽ നിന്ന് 24 വാർത്താ സംഘം ചേരുന്നു. ആദ്യം ഹാഷ്മി താജ് ഇബ്രാഹിമിലേക്ക്, പിന്നാലെ ഷെഫീദ് റാവുത്തറിലേക്കും അരുൺ പൂപ്പറമ്പയിലേക്കും എത്താം. ഹാഷ്മി, ഇന്നലെ ഇല്ലാതിരുന്ന അല്ലെങ്കിൽ ഇന്ന് പകൽ ആദ്യം പുലർച്ചെ ഇല്ലാതിരുന്ന ഒരു വേഗവും ലക്ഷ്യബോധവും ഒക്കെ തെരച്ചിലിന് ഉച്ചയോടുകൂടി കൈവരുന്നുണ്ടല്ലോ. അത് പ്രതീക്ഷ നൽകുന്ന ഒരു നീക്കമായി വിലയിരുത്താമോ? ഉറപ്പായും ഉണ്ട് ഗോകുൽ. പ്രതീക്ഷ എന്ന് പറയുന്നത് ഒരു ശുഭ സൂചന, ശുഭവാർത്ത എന്നൊന്നും നമുക്ക് ലിറ്ററലി പറയാൻ കഴിയില്ലെങ്കിൽ കൂടിയും നമ്മുടെ ഒരു ലക്ഷ്യവേദിയായ നീക്കം ഈ ദിവസം നടക്കുമെന്ന് ഉറപ്പായും പറയാം. നമ്മൾ നിൽക്കുന്നത് ഈ ഗംഗാവലിയുടെ നദിക്കിക്കരയാണ്. നമുക്ക് വളരെ വ്യക്തമായി കാണാം കൊണ്ടുവന്ന ഈ ബൂം, 60 അടി ആഴത്തിൽ കുഴിക്കാൻ കഴിയുന്ന ഈ ബൂം എക്സ്കവേറ്റർ അതിന്റെ പണി വളരെ കാര്യക്ഷമമായി നടത്തിക്കൊണ്ടിരിക്കുകയാണ്. അപ്പോഴും ഉണ്ടാകുന്ന ഒരു സംശയം ഗോകുലിൽ നമ്മൾ നേരത്തെ പറയുന്നുണ്ടായിരുന്നു, നമ്മുടെ ടാർഗറ്റ് ഈ നദിക്ക് ഒത്ത നടുവിലായി നിൽക്കുന്ന മണ്ണ് വീണ് നിൽക്കുന്ന ഈ വലിയ ഒരു ദ്വീപ് പോലെയുള്ള പ്രദേശമാണ് നമ്മുടെ ടാർഗറ്റ്. അവിടെയാണ് ഈ റഡാർ സോണാർ സിഗ്നലുകൾ ഒരുമിച്ച് നമ്മൾ കാണാൻ കഴിഞ്ഞത്. മാത്രമല്ല സിഗ്നലുകൾ വിലയിരുത്തുമ്പോൾ അത് ശക്തമായ ഒരു ലോഹഭാഗമാണ് എന്നിങ്ങനെ പറയുന്നുണ്ടായിരുന്നു. അത് ഒന്നുകിൽ അർജുന്റെ വണ്ടിയാകാം, അല്ലെന്നുണ്ടെങ്കിൽ ഈ നദിയുടെ മറുകരയ്ക്ക് നിന്ന് ഇങ്ങോട്ടേക്ക് വീണ ടവർ ആകാം എന്ന് പറയുന്നു. എന്തായാലും അത് പരിശോധിച്ചാൽ മാത്രമേ എന്താണ് ആ വലിയ ലോകഭാഗം എന്ന് അറിയാൻ കഴിയും. അതൊരു വലിയ ലോകഭാഗമാണ് എന്ന തരത്തിലുള്ള സിഗ്നൽ തന്നെയാണ് കിട്ടുന്നത്. അപ്പൊ നമുക്ക് പരിശോധന നടത്തുന്നത് അവിടെയാണ്. അവിടേക്ക് പരിശോധനയ്ക്ക് ഈ മണ്ണുമാന്തി എന്ന ഈ കൂറ്റൻ JCB സഹായകരമാകുമെന്നാണ് നമുക്ക് കരുതുന്നത്. നമ്മൾ ചോദിക്കുമ്പോൾ സ്റ്റെപ്പ് ബൈ സ്റ്റെപ്പായി അതിന്റെ പ്രോസസ് തുടങ്ങിയിട്ടുണ്ട് എന്നുള്ളതാണ് പറയുന്നത്. അപ്പോഴും എങ്ങനെയാണ് ഈ കരയിൽ നിന്ന് ഈ കൂറ്റൻ JCB ഈ മണൽക്കൂനയ്ക്ക് ഈ ദ്വീപിന് അടുത്തേക്ക് എത്തുക എന്നതിനെ കുറിച്ച് നമുക്ക് ഇപ്പോഴും ഒരു ഉത്തരമില്ല. പക്ഷേ അത് ഈ മണ്ണുമാന്തി കൊണ്ട് തന്നെ ആ മണൽക്കൂന ചികയും എന്നാണ് അറിയാൻ കഴിയുന്നത്. അത് ഏത് രീതിയിലാണെന്ന് പറഞ്ഞാൽ ചിലപ്പോൾ ചില വലിയ എയർ ബാഗുകൾ ഉപയോഗിച്ചുകൊണ്ട് നദിയുടെ നടുവിൽ കൊണ്ടുവന്ന് അതിനെ അവിടെ ഫിക്സ് ചെയ്ത് നിർത്തി അങ്ങനെയൊക്കെ ആയിരിക്കണം ഒരു പക്ഷെ. അങ്ങനെയാണ് ഇതുമായി ബന്ധപ്പെട്ട വിദഗ്ധർ പറയുന്നത്. അതല്ലാതെ ഈ JCBക്ക് ഈ മൺകൂന വരാനുള്ള ഒരു വഴിയൊരുക്കുക എന്നൊരു പ്ലാൻ ഉണ്ട്. പക്ഷെ ആ പ്ലാൻ നടപ്പാക്കണമെങ്കിൽ ഒരു ഏറ്റവും ചുരുങ്ങിയ 10 നാളെങ്കിലും വേണം. അപ്പൊ അതെന്തായാലും അങ്ങനെ ഉണ്ടാവില്ല. ഞാൻ കരുതുന്നത് ഈ വലിയ നമ്മൾ നാട്ടിലൊക്കെ തോട് വൃത്തിയാക്കാൻ ചില JCBകൾ ഇറങ്ങുന്നത് കാണാറുണ്ട്. വലിയ ചങ്ങാടം പോലെയുള്ള ഒന്നിൽ കെട്ടി നിർത്തിക്കൊണ്ട് JCB ഇറങ്ങുന്നത് നമ്മൾ കാണാറുണ്ട്, ചിലപ്പോൾ കാണാറുണ്ട് ചില പുഴകളിലൊക്കെ. അതുപോലെ വലിയ ചങ്ങാടങ്ങളിലോ അല്ലെങ്കിൽ വലിയ എയർ ബാഗുകളിലോ ഇങ്ങോട്ടേക്ക് മണൽക്കൂനക്കരയിലേക്ക് എത്തിക്കാനാണ് സാധ്യത കൂടുതൽ. എന്തായാലും അത് പതിയെ അതിന്റെ പ്രവർത്തനങ്ങൾ സജീവമാകുന്നു. ഇപ്പോൾ നടക്കുന്നത് ഗോകുൽ, ഈ പുഴയും കരയുമായി ചേരുന്ന ഭാഗത്ത് ഈ ലക്ഷ്മണന്റെ ചായക്കട എന്ന് പറയുന്ന സ്ഥലത്ത് അതിന് താഴെ ഒരു വലിയ പാടമുണ്ടായിരുന്നു. ആ പാടത്ത് മണ്ണ് വീണ് നികന്ന ഒരു 10 അടി മുകളിലേക്ക് മണ്ണ് നിൽപ്പുണ്ടായിരുന്നു. അപ്പൊ അവിടെ പരിശോധന നടത്തണം എന്ന് നമ്മൾ മലയാളി രക്ഷാദൗത്യ പ്രവർത്തകരടക്കം വളരെ ആവർത്തിച്ച് പറയുന്നതാണ്. ഇന്ന് രാവിലെ നമ്മൾ കണ്ട ആകാശ എന്ന് പറഞ്ഞാൽ ഈ JCB വരുന്നതിന് മുമ്പ് കണ്ട ആകാശ ദൃശ്യങ്ങൾ മെറ്റൽ ഡിറ്റക്ടർ ഉപയോഗിച്ച് അവിടെ പരിശോധന പുരോഗമിക്കുന്നുണ്ടായിരുന്നു. ഇപ്പോൾ ഈ കൂറ്റൻ JCB അതിന്റെ വലിയ വലിയ യന്ത്ര ബക്കറ്റ് കൊണ്ട് ഈ കരയിൽ തിരച്ചിൽ നടത്തുകയാണ് ഇപ്പോൾ. ഇവിടെ നിൽക്കുന്നവർ കാണാൻ കഴിയുന്നത് ആ കരയിലെ തിരച്ചിൽ ഇനി ആ ഭാഗത്ത് വല്ല വാഹനമുണ്ടോ എന്ന പരിശോധന നടക്കുന്നു. അത് ഏതെങ്കിലും തരത്തിലുള്ള അടിസ്ഥാനത്തിലാണോ ആ പരിശോധന വ്യക്തമല്ല. എന്തായാലും ഇന്ന് നമ്മൾ ഈ 8 നാളും കാണാത്ത വിധമുള്ള കൂടുതൽ ആധുനിക സാങ്കേതിക സംവിധാനങ്ങൾ ഉപയോഗിച്ചുകൊണ്ടുള്ള ഒരു ലക്ഷ്യവേദിയായ സാറ്റിസ്ഫൈ എന്ന് പറയാൻ കഴിയുന്ന ഒരു രക്ഷാദൗത്യം ഇന്നാണ് നമുക്ക് ഈ ഗംഗാവാലി പുഴയിൽ കാണാൻ കഴിയുന്നത്. ഗംഗാവാലി പുഴയ്ക്കെതിരെ വെച്ച് തന്നെയാണ് 100% ഗംഗാവാലി പുഴയ്ക്കെതിരെ വെച്ച് തന്നെയാണ് ആ പരിശോധന. അതിനിടയിലാണ് ഹെലികോപ്റ്റർ നിരീക്ഷണം. ഹെലികോപ്റ്റർ ഉപയോഗിച്ചുകൊണ്ട് ഏതെങ്കിലും തരത്തിൽ നദിയുടെ ഇത് വളരെ നീളത്തിൽ ഒഴുകുന്ന ഒരു നദിയാണ്. ഇത് ഗോകർണത്ത് കടലിലേക്ക് ചേരുന്ന ഒരു വലിയ നദിയാണ്. അപ്പൊ ആ നദിയുടെ ക്രിസ്കോസ് എന്തെങ്കിലും അത്തരത്തിൽ കാണാനുണ്ടോ, പൊങ്ങിക്കിടക്കുന്ന ഒറ്റ കാണാനുണ്ടോ എന്ന തരത്തിൽ ഒരു സ്കാനിങ് ഹെലികോപ്റ്റർ ഉപയോഗിച്ച് നടത്തുന്നുണ്ട്. ഇന്ന് രാവിലെ തന്നെ അതിന്റെ പ്രാഥമിക പരിശോധന നമ്മുടെ ദൃശ്യങ്ങൾ നമുക്കുണ്ട് ഗൂഗിൾ. അതിന്റെ പ്രാഥമിക പരിശോധന മടങ്ങിയിരുന്നു. ഇന്നിനിയുള്ള പ്രധാനപ്പെട്ട ഒരു ഡെവലപ്മെന്റ് വരാനുള്ള ഒരു ഡ്രോണാണ്. ആ ഡ്രോൺ എന്ന് പറയുന്നത് നദിയുടെ മുകൾ പരപ്പിൽ കൂടി സഞ്ചരിച്ചുകൊണ്ട് താഴെയുള്ള സാധനങ്ങൾ കുറച്ചുകൂടി ക്ലാരിറ്റിയോടെ കാണാൻ കഴിയുന്ന ഒന്നാണ് ഈ ഡ്രോൺ സംവിധാനം. അതുകൂടി വരുമ്പോഴേക്കും കുറച്ചുകൂടി അഡ്വാൻസ് ആകും നമ്മുടെ തരത്തിൽ ഉറപ്പായും പറയാം. ഈ സോളാർ സംവിധാനം എന്ന് പറയുന്നത് ഈ പറയുന്ന ഒരു ഗ്രാഫിക് ഇമേജ് ആണത് ജനറേറ്റ് ചെയ്യുക.
അത് അനലൈസ് നടത്തിയതിനു ശേഷം നാവികസേന ഡൈവർ സംഘം അങ്ങോട്ടേക്ക് ഡൈവ് ചെയ്ത് അതെന്താണ് എന്ന് തിരയുക. എന്തായാലും ഈ ഗംഗാവാലി പുഴയിൽ നമ്മൾ ഇന്ന് രാവിലെ 6 മണി മുതൽ ഈ പുഴക്കരയിൽ നിൽക്കുന്നുണ്ട്. അസാധ്യമായ ഒഴുക്കെന്ന് പറഞ്ഞാൽ നമ്മൾ രാവിലെ കാണുന്നതിനേക്കാൾ കൂടുതൽ എന്ന് പറഞ്ഞാൽ നമുക്ക് കണ്ണുകൊണ്ട് കാണാൻ കഴിയുന്ന രീതിയിൽ ആ ഒഴുക്ക് കൂടി വരുന്നുണ്ട്. അതിനർത്ഥം ഈ മലമേഖലയിൽ വൃഷ്ടിപ്രദേശങ്ങളിലൂടെ അതിശക്തമായ മഴ പെയ്യുന്നുണ്ട്. ആ മഴയുടെ വെള്ളം ഇങ്ങോട്ട് കുത്തിയൊലിച്ച് ഇങ്ങോട്ട് എത്തുന്നുണ്ട്. അതുകൊണ്ടാണ് ഒഴുക്ക് കൂടുന്നത്. അതുകൊണ്ട് തന്നെ ഈ ഡൈവർ സംഘത്തിന് ഒരു കാരണവശാൽ ഈ സോണാർ ഉപകരണം നൽകുന്ന ഇമേജ് എന്താണ് എന്നറിയാൻ വേണ്ടി നദിയുടെ അടിത്തട്ടിലേക്ക് പോകാൻ അസാധ്യമാകുന്ന സാഹചര്യം. അങ്ങനെ പോവുകയാണ് ഒരുപക്ഷെ അവരുടെ ജീവൻ തന്നെ പ്രശ്നമാകുന്ന രീതിയിലുള്ള അതിശക്തമായ അടിയൊഴുക്കാണ്. നമ്മുടെ നാട്ടിൽ കാണുന്ന നദിയോ അല്ലെങ്കിൽ അടിയൊഴുക്കോ അല്ല ഈ ഗംഗാവാലി പുഴ എന്ന് ഉറപ്പായും ഈ ദിവസങ്ങളിലെ എക്സ്പീരിയൻസ് കൊണ്ട് നമുക്ക് ഇവിടെ നിൽക്കുമ്പോൾ പറയാൻ കഴിയും. അപ്പൊ അതുകൊണ്ട് ഈ സാങ്കേതിക സംവിധാനങ്ങളുടെ സഹായം മാത്രമേ അതിന് സഹായകരമാവുകയുള്ളൂ. ഗൂഗിൾ ഒരുപക്ഷെ ദൗർഭാഗ്യകരമായ വെച്ചിലാണ് 9ാം നാൾ നമ്മുടെ ഈ സാങ്കേതിക സംവിധാനങ്ങൾ, നമ്മുടെ യന്ത്ര സംവിധാനങ്ങൾ, ആകാശ വഴിയുള്ള നിരീക്ഷണങ്ങളൊക്കെ സംയോജിക്കുന്നു. ഉറപ്പായും ഈ ദിവസം നമുക്ക് പ്രതീക്ഷയോടുകൂടി തന്നെ എന്തെങ്കിലും ഒരു റിസൾട്ട് അറിയാം എന്ന് തന്നെ തോന്നുന്നു ഗൂഗിൾ. ഹാഷ്മി, ഇനി ഇപ്പോൾ ഈ പറയുന്ന തെരച്ചിൽ, ഈ ബൂം എക്സ്കവേറ്റർ ഉപയോഗിച്ചുകൊണ്ടുള്ള തെരച്ചിൽ, അത് ആ നദിയുടെ തീരത്തോട് ചേർന്നാണ്. ഒരുപക്ഷെ ഈ നദിയുടെ നടുവിൽ ആ മൺകൂന ഉള്ളിൽ അല്ലെ അതിനടിയിൽ എന്താണ് എന്നതിനെ സംബന്ധിച്ച് ഒരു കൃത്യമായ ഇമേജിംഗ് ഒക്കെ കിട്ടുക ആ ഡ്രോൺ ഉപയോഗിച്ചുള്ള, കുറെ കൂടി ശക്തമായ ഡ്രോൺ ഉപയോഗിച്ചുള്ള മേജർ ഇന്ദ്രപാലിൻ്റെ നേതൃത്വത്തിലുള്ള സംഘത്തിൻ്റെ ഒരു പരിശോധനയിലായിരിക്കില്ലേ? ആ സംവിധാനം കൂടി എപ്പോഴേക്കായിരിക്കും അവിടെ എത്തുകയും അതിൻ്റെ ഒരു പ്രവർത്തനവും അതിൻ്റെ ഒരു പരിശോധനാ ഫലവും ഒക്കെ ലഭിക്കാൻ സാധ്യത? മേജർ ഇന്ദ്രപാൽ ഇന്ന് വൈകുന്നേരം കൂടി തന്നെ ഇങ്ങോട്ടേക്ക് എത്തുന്നു. അദ്ദേഹത്തിന് ഈ സംവിധാനം പ്രവർത്തിച്ചു തുടങ്ങേണ്ട എവിടെയാണ് എന്നുള്ള ആദ്യം ഒരു ബ്രീഫിംഗ് ഉണ്ടാകും. ആ ബ്രീഫിംഗിന് ശേഷം ഈ സംവിധാനം നമ്മൾ ഈ പറയുന്ന സംവിധാനം നാളെ രാവിലെയോടുകൂടി രാജധാനിയിലാണ് പുറപ്പെടുന്നത്. അത് നമ്മുടെ MLA പറഞ്ഞു കേട്ടിരുന്നു. ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ നീക്കം നടത്തുന്നത്. പക്ഷേ അത് ഈ സുരക്ഷാ പ്രശ്നങ്ങൾ കാരണം ഫ്ലൈറ്റിൽ കൊണ്ടുവരാൻ കഴിയാത്ത സാഹചര്യമുണ്ട്. അത് ട്രെയിനിലാണ് ഇങ്ങോട്ടേക്ക് വരുന്നത്. അതിവിടെ എത്തുമ്പോഴേക്കും അത് ഇന്ന് വൈകുന്നേരത്തോടെ എത്തും. പക്ഷേ നാളെ രാവിലെയോടുകൂടി മാത്രമേ അതിന്റെ ഓപ്പറേഷൻ തുടങ്ങാൻ കഴിയുകയുള്ളൂ. ഗൂഗിൾ ഈ പ്രശ്നം നമ്മളിപ്പോ ഈ ഡ്രോൺ ഉപയോഗിച്ച് അത് ലൊക്കേറ്റ് ചെയ്യൽ മാത്രമാണ് നടക്കുക. അപ്പോൾ ലൊക്കേറ്റ് ചെയ്ത് കഴിഞ്ഞാൽ തന്നെയും ഈ മൺകൂനയ്ക്കുള്ളിൽ നിന്ന് എങ്ങനെ ഇനി ഈ ബസ് അതിനുള്ളിൽ ഉണ്ടെങ്കിൽ എങ്ങനെ അത് പുറത്തേക്ക് എടുക്കും എന്നുള്ളതിനെ കുറിച്ച് അപ്പോഴും കൂടുതൽ യന്ത്രസാമഗ്രികൾ, കൂടുതൽ സാമഗ്രികൾ ഇങ്ങോട്ടേക്ക് എത്തേണ്ടതുണ്ട്. അതിൽ ഏറ്റവും പ്രധാനം മണ്ണ് മാന്തി നോക്കുന്ന സംവിധാനം തന്നെയാണ്. ഉറപ്പായും ലൊക്കേറ്റ് ചെയ്യുക എന്നുള്ളത് അതിപ്രധാനമാണെങ്കിൽ തന്നെയും മണ്ണ് മാന്തി നോക്കുക എന്നുള്ളത് തന്നെയാണ് അതിപ്രധാനം. അപ്പോൾ അതിന് നമ്മുടെ ഈ ബൂം എക്സ്കവേറ്റർ തന്നെയാണ് അതിന് പ്രാഥമികമായി സഹായിക്കുക. അത് ഇങ്ങോട്ടേക്ക് വരേണ്ടതുണ്ട്. അത് ഏത് തരത്തിലാണ് നദിയുടെ നടുവിലേക്ക് എത്തുക എന്നതിനെ കുറിച്ചുള്ള സംശയങ്ങളാണ് ഇപ്പോൾ ഉയരുന്നത്. എന്തായാലും ഈ പറഞ്ഞ ഡ്രോൺ സംവിധാനം ചെറിയ സംവിധാനമല്ല. ഞാൻ നേരത്തെ പറയുന്നത് പോലെ സോണാർ സംവിധാനം നൽകുന്നത് ഒരു അവ്യക്തമായ ഗ്രാഫിക് ഇമേജ്, എന്തോ ഒരു ഒബ്ജക്ട് എന്ന നിലയ്ക്ക് മാത്രമാണെങ്കിൽ ഈ പറയുന്ന കുറച്ചുകൂടി ആഴത്തിൽ, ഒരു 20 മീറ്റർ ഒക്കെ അടി ആഴത്തിൽ എത്ര കലക്കവെള്ളമാണെങ്കിൽ കൂടിയും എന്താണ് ആ സാധനം, എന്താണ് ഒബ്ജക്ട് എന്ന് കുറച്ചുകൂടി വളരെ വ്യക്തമായി ഇമേജ് നൽകുന്ന ഒരു സംവിധാനമാണിത്. ഈ ഗംഗാവാലി പുഴ അങ്ങ് കുത്തി ഒഴുകുകയാണ്. അത് കുറ്റം പറഞ്ഞിട്ട് കാര്യമില്ല. ഈ പുഴക്കടിയിൽ അത്രമേൽ മണ്ണ് നിറഞ്ഞിരിക്കുന്നു. നമ്മൾ ആ ദൃശ്യങ്ങളിൽ കാണുന്ന ഒരാൾ പൊക്കത്തിൽ നിൽക്കുന്ന ആ ദ്വീപ് മാത്രമല്ല, അനേകം മണൽത്തിട്ടകളുണ്ട്. ആ മണൽത്തിട്ടകൾ എന്ന് പറയുന്നത് നദിയുടെ മുകൾ പരപ്പിൽ കാണുന്ന ഒരു ചെറിയ തിണ്ട് മാത്രമാണെങ്കിൽ അതിന്റെ താഴേക്ക് നമ്മൾക്ക് അചിന്ത്യമായ അളവിൽ വലിയ തോതിൽ മണ്ണടിഞ്ഞിരിക്കുകയാണ്. അപ്പൊ സ്വാഭാവികമായും നദി അങ്ങനെ അതിന്റെ മുകൾ പരപ്പിൽ തന്നെ അങ്ങനെ ചുവന്നൊഴുകുകയാണ്. സ്വാഭാവികമായും അടിത്തട്ടിലേക്ക് പോകുമ്പോൾ വിസിബിലിറ്റി 0, ഏതാണ്ട് വട്ടപൂജ്യം എന്ന് തന്നെ പറയാം. അപ്പൊ അവിടെയാണ് നമ്മുടെ ഇന്ന് വൈകുന്നേരം വരാൻ പോകുന്ന മേജർ ഇന്ദ്രപാലിന്റെ ആ സംവിധാനം കൂടുതൽ സഹായകരമാവുക. അത് ഈ പറയുന്ന പ്രതികൂല കാലാവസ്ഥ അതിജീവിച്ചുകൊണ്ട് നദിക്കടിയിലുള്ള സംവിധാനങ്ങളെ കണ്ടെത്താൻ കഴിയുമെന്ന് അറിയാൻ കഴിയുന്നു. പക്ഷെ അപ്പോഴും ഈ മൺകൂനയ്ക്കകത്ത് തങ്ങി നിൽക്കുകയാണെങ്കിൽ ഈ സംവിധാനം ഉപയോഗിച്ചുകൊണ്ട് മൺകൂനയ്ക്കകത്തെ ദൃശ്യങ്ങൾ അത്ര ക്ലാരിറ്റിയോടെ കിട്ടുമോ എന്ന കാര്യം ഒന്നുകൂടി വിദഗ്ധാഭിപ്രായം തേടേണ്ടതുണ്ട്. എന്തായാലും ഈ മൺകൂന കേന്ദ്രീകരിച്ചുള്ള പരിശോധന അതിപ്രധാനമാണ്. അതിന് കാരണം നമ്മുടെ ഈ സോണാർ, റഡാർ സംവിധാനങ്ങളിൽ നിന്ന് കിട്ടിയ അതിശക്തമായ സിഗ്നലുകൾ തന്നെയാണ്. ഒരു കാര്യം ഉറപ്പാണ് ഗൂഗിൾ, ഞാൻ നേരത്തെ പറയുന്നത് പോലെ നമ്മൾ 8 നാൾ പൂർത്തിയായി. 8 നാൾ കഴിഞ്ഞ് 9ാം നാളാണ് നിൽക്കുന്നത്. 8 നാൾ നമ്മൾ കാണുന്നത് ഒരു എഫിഷ്യന്റ് ആയിട്ട് നമ്മുടെ രക്ഷാദൗത്യ പ്രവർത്തകർ ജോലി എടുക്കുന്നില്ല എന്ന അർത്ഥത്തിലല്ല പറയുന്നത്. പക്ഷെ ആ ടെറൈൻ ആവശ്യമായ, ഈ സാഹചര്യങ്ങൾക്ക് ആവശ്യമായ സംവിധാനങ്ങൾ ഉണ്ടായിരുന്നില്ല. ഇന്നിപ്പോൾ ഈ സംവിധാനങ്ങളെല്ലാം കൂടി ഒരുമിച്ച് വരുന്നു എന്നുള്ളത് ഉറപ്പായും ശുഭോദർക്കകരമായ കാര്യമാണ്. നമുക്ക് അർജുനെ സംബന്ധിച്ച് ഒരു ശുഭകരമായ വാർത്ത എന്ന് പറയുന്നത് അർജുൻ ജീവനോടെ ഉണ്ട് എന്ന് പറയാനാണല്ലോ സ്വാഭാവികം. അർജുൻ ഗൂഗിൾ അങ്ങനെ ഒരു ശുഭകരമായ വാർത്ത നൽകാൻ കഴിയുമോ എന്നറിയില്ല. പക്ഷേ ഇന്ന് ഒരു റിസൾട്ട്, ഇന്ന്
ഏതെങ്കിലും ഒരു സൂചന ഈ നദിയുടെ മടിത്തട്ടിൽ നമുക്കായി കാത്തിരിക്കുന്നു. അതിന് ഈ എക്സ്കവേറ്റർ ഒരു സഹായ ഘടകമാകുമെന്ന കാര്യത്തിൽ ഉറപ്പാണ് ഗോകുൽ. ശരി ഹാഷ്മി, ഏതായാലും ഇന്നത്തെ പ്രതീക്ഷ അല്ലെങ്കിൽ ഇന്നത്തെ തെരച്ചിലിൽ വന്നെത്തിയിരിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങൾ തന്നെയാണ് അർജുൻ്റെ കുടുംബത്തിനടക്കം വലിയ പ്രതീക്ഷ നൽകുന്നത്. ഷഫീദ് റാവുത്തർ കൂടി ചേരുന്നുണ്ട് ഷിരൂരിൽ നിന്ന്. ഷഫീദ്, ഇന്നലെ ഏതാണ്ട് പകൽ സമയത്ത് ഈ പുഴയിലെ ആദ്യ ദിവസങ്ങൾ മുതൽ നടക്കുന്ന പോലെ തന്നെ നേവിയുടെ ഒരു തെരച്ചിൽ, അത് ഡിങ്കി ബോട്ടുകളിൽ പോയുള്ള തെരച്ചിൽ, അതിനപ്പുറത്തേക്ക് കാര്യമായ നടപടികൾ പരിശോധനയൊന്നും ഇന്നലെ സാധ്യമായിരുന്നില്ല. ഇന്ന് പകൽ രാവിലെ ആദ്യഘട്ടത്തിലും അത്തരത്തിലൊരു വലിയ കാര്യക്ഷമമായ തെരച്ചിൽ നടന്നില്ല. പക്ഷേ ഉച്ചയോടുകൂടി ഈ ബൂം എക്സ്കവേറ്റർ ഒരു പ്രതീക്ഷ നൽകുന്നുണ്ട്. ഇനി വരാനിരിക്കുന്ന സാങ്കേതിക സംവിധാനങ്ങളും ഇന്നും നാളെ രാവിലെയുമായി എത്തുന്ന സാങ്കേതിക സംവിധാനങ്ങളും ഒരുപക്ഷെ അത് എത്തിക്കഴിഞ്ഞാൽ കൃത്യമായി ഈ ലോറി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയും, അല്ലെങ്കിൽ മറ്റ് വാഹനങ്ങളും മെറ്റൽ പാർട്ടുകളും കൃത്യമായി ലൊക്കേറ്റ് ചെയ്യാൻ കഴിയുന്ന സംവിധാനങ്ങൾ എത്തുമെന്ന പ്രതീക്ഷയുണ്ട്. അർജുൻ്റെ കുടുംബവും അർജുൻ്റെ ബന്ധുക്കളും എന്താണ് ഇത് സംബന്ധിച്ച് ഈ ഘട്ടത്തിൽ അവർക്ക് തൃപ്തി ഉണ്ട് എന്ന് മനസ്സിലാക്കുന്നു ഈ ഇന്നത്തെ രക്ഷാപ്രവർത്തനത്തിൽ അല്ലെങ്കിൽ ഈ തെരച്ചിലൊക്കെ?